പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്പെയിൻ വേഴ്സസ് സൗദി അറേബ്യ പോരാട്ടത്തിൽ അനായാസമായി അങ്ങനെ സ്പെയിൻ വിജയിച്ചിരിക്കുകയാണ്. ഏകപക്ഷീയമായ 4 ഗോളുകൾക്കാണ് ഇന്നലത്തെ മത്സരത്തിൽ സ്പെയിൻ വിജയിച്ചത്. സൗദി അറേബ്യയ്ക്ക് ഇന്നലത്തെ മത്സരത്തിൽ കാര്യമായിട്ട് ഒരു നല്ല അറ്റാക്ക് പോലും നടത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. സ്പെയിനെ സംബന്ധിച്ച് സൗദിക്കെതിരായുള്ള ഈ ഒരു മത്സരം ഏറെ നിർണായകം തന്നെയായിരുന്നു. മാത്രമല്ല ഇന്നലത്തെ മത്സരത്തിൽ ഓയർസബാൽ ഇരട്ട ഗോളുകൾ നേടിയിരുന്നു. അങ്ങനെ ഈ ഒരു വേൾഡ് കപ്പിലെ തന്റെ ഗോൾ വേട്ട തുടങ്ങിയിരിക്കുകയാണ് ലമൈൻ യമാൽ. ഗ്രൂപ്പ് എച്ചിൽ നിലവിൽ 1-ാം സ്ഥാനത്തുള്ളത് സ്പെയിൻ തന്നെയാണ്. യുറുഗ്വേ കേപ്പ് വെറുതെ മത്സരം 2-2 എന്ന സ്കോറിൽ സമനിലയിൽ അവസാനിച്ചതുകൊണ്ട് തന്നെ യുറുഗ്വേക്കായാലും കേപ്പ് വെറുതെക്കായാലും 2 പോയിന്റുകൾ വീതമാണ് ഉള്ളത്. നിലവിൽ എന്തായാലും ഗ്രൂപ്പ് എച്ചിൽ ഗ്രൂപ്പ് ചാമ്പ്യൻസ് ആവാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് സ്പെയിന് തന്നെയാണ്. സൂപ്പർ താരം ലമൈൻ യമാൽ ചില കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു. എംബാപ്പെ മെസ്സിയെ പോലെ ഗോൾ സ്കോർ ചെയ്യുമെന്നതിനുള്ള യമാലിന്റെ മറുപടി ഇങ്ങനെ: ഞാൻ ഗോൾ സ്കോർ ചെയ്യുന്നതിലല്ല കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. ഒന്നാമത്തെ കാര്യം, അവർ എന്നേക്കാൾ 10 വർഷം മുതിർന്നവരാണ്. മാത്രമല്ല എന്റെ പ്ലേയിങ് സ്റ്റൈൽ വളരെ ഡിഫറന്റ് ആണ്. എനിക്ക് വിജയം മാത്രമാണ് വേണ്ടത്. എന്റെ ലക്ഷ്യം വേൾഡ് കപ്പ് വിജയിക്കുക. ഗോളുകൾ സ്കോർ ചെയ്യുന്നതല്ല തന്റെ ലക്ഷ്യമെന്നാണ് യമാൽ പറയുന്നത്. അടുത്തൊരു വാർത്ത അർജന്റീന ടീമുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. ഇന്ന് അർജന്റീന തങ്ങളുടെ 2ാമത്തെ മത്സരത്തിന് ഇറങ്ങുകയാണ്. ഇന്ത്യൻ സമയം രാത്രി 10:30 അർജന്റീന ഓസ്ട്രിയ മത്സരം ആരംഭിക്കും. കഴിഞ്ഞ മത്സരം വിജയിച്ചതിന്റെ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് അർജന്റീന ടീമുള്ളത്. എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് റൗണ്ട് ഓഫ് 32-ൽ അർജന്റീന ടീമിന്റെ എതിരാളികൾ ആരായിരിക്കുമെന്നുള്ളത്. ഗ്രൂപ്പ് ജെയിൽ എന്തായാലും അർജന്റീന തന്നെയായിരിക്കും ഗ്രൂപ്പ് ചാമ്പ്യൻസ് ആയേക്കുക. അർജന്റീനയ്ക്ക് നേരിടേണ്ടി വരുന്നത് ഗ്രൂപ്പ് എച്ചിലെ റണ്ണറപ്പിനെയാണ്. നിലവിൽ ഗ്രൂപ്പ് എച്ചിൽ 2-ാം സ്ഥാനത്തുള്ള യുറുഗ്വേക്കും അതുപോലെ തന്നെ 3-ാം സ്ഥാനത്തുള്ള കേപ്പ് വെർദയ്ക്കും 2 പോയിന്റുകൾ വീതമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ 2 ടീമുകളെ സംബന്ധിച്ചും അടുത്ത മത്സരം നിർണായകമാണ്. യുറുഗ്വേ അല്ലെങ്കിൽ കേപ്പ് വെർദെ ഈ 2 ടീമുകളിൽ ഒരു ടീമായിരിക്കും റൗണ്ട് ഓഫ് 32-ൽ അർജന്റീനയുടെ എതിരാളികളായിട്ട് വരുന്നത്. യുറുഗ്വേയുടെ അടുത്ത മത്സരം വരുന്നത് സ്പെയിനായിട്ടാണ്. അതത്ര എളുപ്പമായിരിക്കില്ല. കേപ്പ് വെർദയുടെ അടുത്ത മത്സരം വരുന്നത് സൗദി ആയിട്ടാണ്. എന്തായാലും ഈ ഒരു ഗ്രൂപ്പ് എച്ചിൽ വമ്പൻ അട്ടിമറികൾ സംഭവിക്കുമോ എന്നെല്ലാം കാത്തിരുന്നു തന്നെ കാണാം. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾ അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.